ശങ്കാളെ മുത്തുമണികളെ നമ്മളിവിടെ വലിയൊരു പേദലാണ് ഇപ്പോൾ വെട്ടാൻ പോകുന്നത്. അപ്പോൾ കത്തി കുറച്ച് മൂർച്ചം കമ്മി. അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ കത്തിയൊക്കെ ഒന്ന് മൂർച്ചം കൂട്ടട്ടെ. അപ്പം ചങ്കാളെ മുത്തുമണികളെ നമ്മൾ പിന്നെ കത്തികളൊക്കെ മൂർച്ചം കുറച്ച് കമ്മിയായപ്പോൾ അതൊക്കെ നമ്മളൊന്ന് തേച്ച് മൂർച്ചം കൂട്ടിയാണ്ട് റെഡിയാക്കിയാണ്ട് വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ മൂർച്ചം കൂട്ടി ക്ലിയർ ആക്കുകയാണ്. കോഴി വെട്ടാനുള്ള കത്തിണ്ട്, മീൻ വെട്ടാനുള്ള കത്തിണ്ട് ഒക്കെ. ലേശം മൂർച്ചം കമ്മിയാകുമ്പോൾ ഇപ്പോൾ രാവിലെ വെട്ടി കഴിഞ്ഞാൽ ഉച്ച സമയത്താണ്. അപ്പോൾ നല്ല വെയിലും ചൂടൊക്കെ ഉള്ള സമയമാണ്. വേർത്തുകൊണ്ട് ഷർട്ടൊക്കെ ഊരിയിട്ടാണ് നമ്മൾ ഒന്ന് കത്തിയൊക്കെ മൂർച്ചം കൂടി ഉഷാറാക്കി. അപ്പോൾ കണ്ടങ്ങൾ കത്തിയൊക്കെ നല്ല ഉഷാറായി, എല്ലാം നല്ല അടിപൊളി കത്തി. വലിയൊരു പേദലാണ് നമ്മൾ വെട്ടാൻ പോവുകയാണ്. ഏകദേശം 10 കിലോ തൂക്കം വരുന്ന പേദലാണിത്. 10.5 കിലോ 10.5 കിലോ ഉണ്ട്. ഇതുപോലെ വെട്ടിയിട്ട് ഉഷാറാക്കി വെട്ടണം. ഇങ്ങനെയാണ് വലിയ പേദലുകൾ വെട്ടുന്നത് ഒക്കെ ഒന്ന് കാണിക്കുകയാണ്. നമ്മൾ ആരെയൊക്കെ വലിയ മീൻ കൊണ്ടുപോവുകയാണെങ്കിൽ വീട്ടിലൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അവർക്ക് വെട്ടാത്ത ഒരു സൗകര്യത്തിനാണ് ഇത് നമ്മൾ കാണിക്കുന്നത്. ഇതുപോലെ തല അങ്ങോട്ട് വേറെടുത്ത് വെക്കുക. തല വേറിട്ടിട്ട് ഇതേ വലിയത് അത്ര ടോപ്പ് വലുതൊന്നും അല്ല. നമ്മൾ 40-50 കിലോ 60 കിലോൻ്റെ ഒക്കെ പേദൽ നമ്മളിവിടെ കൊണ്ടുവന്ന് വെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ കുറി റമദാൻ്റെ ഇത്ര അത്ര വലുത് മാർക്കറ്റിൽ വല്ലാതെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ആക്കുന്നത്. ഒരു മീഡിയം വലുപ്പമുള്ളതാണ് ഇപ്പം നമ്മൾ വെട്ടുന്നത്. ഈ പേദൽ എന്ന് പറഞ്ഞാൽ ബിരിയാൻ വെക്കാൻ, പൊരിക്കാൻ, കണക്കാട്ടത്തെ നോമ്പ് കാലക്കാരാണ് ബിരിയാൻ വെക്കാൻ ഒക്കെ പറ്റും. നല്ല പീസാക്കി ഉണ്ടായ ബിരിയാൻ വെക്കാൻ സൂപ്പറാണ്. ഇത് ഇറച്ചി ഇങ്ങനെ മാത്രം എടുത്താണ് മുള്ള ഒഴിവാക്കാണ്ട് വരെ വെട്ടി കൊണ്ടുപോയിക്കാണ്ട് ബിരിയാൻ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. മുള്ളില്ലാതെ ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് വെട്ടിന് ഇങ്ങനെയാണ് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ ഇത് കളയാം. ഇത് നമ്മൾ ഫുള്ളായിട്ട് വെട്ടുന്നതല്ല കാണിക്കണം കേട്ടോ. ഇത് നമ്മൾ ഇത് വലിയൊരു പേദൽ ഷെയ്പ്പാക്കി വെക്കുകയാണ്. നമ്മൾ വെട്ടാൻ പാകത്തിന്, കടയിലൊക്കെ വെട്ടാൻ പാകത്തിന് ഷെയ്പ്പാക്കി വെക്കുകയാണ്. ഇതൊരു വലിയ പേദലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് നമ്മൾ ബിരിയാണി വെക്കണമൊക്കെ 10-15 കിലോൻ്റെ പരിപാടിക്കൊക്കെ ബിരിയാണിക്ക് ഇറച്ചി മീറ്റാക്കി കൊണ്ടുപോകാൻ പറ്റിയൊരു മീനാണിത്. ഇത് ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ കേട്ടോ പീസാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഈ പീസ് നമ്മൾ എടുത്ത് വെക്കും. ഓക്കെ, ഇതാണ് എൻ്റെ വേണം. നിങ്ങൾ പീസിൻ്റെ അടിപൊളി പീസ് ചെയ്യണം. അടുത്തതായിട്ട് ഇതിങ്ങനെ ചെറിയ പീസാക്കി വെക്കണം നമ്മൾ വെട്ടാൻ പാകത്തിന്. ഓക്കെ, ഇതങ്ങനെ ഇതാ പീസ് ഉണ്ടെങ്കിൽ അടിച്ചാൽ പൊളി പീസായിരിക്കും. പൊരിക്കാൻ, കറി വെക്കാൻ, ബിരിയാൻ വെക്കാനൊക്കെ പറ്റും. Yeah.